അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ മസനഗുഡി വഴി കോത്തഗിരി പോയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിനിമാ നടി സായി പല്ലവിയുടെ നാടാണ് കേട്ടോ കോത്തഗിരി. അപ്പോൾ കോത്തഗിരി കോടനാടെന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഒരുപാട് കാലമായി എനിക്ക് അങ്ങോട്ട് പോകണം എന്നൊരു ആഗ്രഹം കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കാണ്, കുഞ്ഞാക്ക നമുക്ക് പോയി നോക്കാനും. പിന്നെ മസനഗുഡി വഴി കൂടി ആകുമ്പോൾ കുഞ്ഞാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാട് വഴിയുള്ള യാത്ര. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി 2 മണിക്കാട്ടോ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ വയനാട് ചുരത്തിന് മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ തിന്നേണ്ടത് ചെയ്യാനേ? ഇതെന്താ സാധനം അടേ? അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കാരണം മുത്തങ്ങ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തണ്ടേ. 6 മണിക്കാണ് അവിടെ തുറക്കുള്ളൂ. കാട് വഴി നമുക്ക് യാത്രക്ക് അനുവദിക്കണമെങ്കിൽ 6 മണിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എത്ര നേരത്തെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 6 മണി ടൈം എല്ലാ വണ്ടിയും വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ലോറിയും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ടായിരുന്നു. കുഞ്ഞാക്കാറ് നമ്മൾ ഇതിന് ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ മുന്നിലേക്ക് പോകാൻ പറ്റുമോ നോക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ബൈക്കൊന്നും അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ല അവർ പെട്ടെന്ന് ഞങ്ങൾ കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം മുന്നോട്ട് പോയിട്ടോ. അപ്പോൾ ഈ ഓപ്പൺ ആക്കിയ ടൈം തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടില്ല. കാരണം ഒരുപാട് മൃഗങ്ങളെ ഞങ്ങൾ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അങ്ങനെ കാട്ടുപോത്തിനെ കണ്ട് ഒരുപാട് കാട്ടുപോത്തുണ്ടായിരുന്നു കേട്ടോ. അതിനെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴായിട്ട് ഞങ്ങളെ മുന്നിൽ ആന പെട്ടത്. ആന ഞങ്ങൾ കൂടെ പോകുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അങ്ങോട്ട് വരില്ല. അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലേ ക്ലിയറിലാണ്. അങ്ങനെ പഠിപ്പിച്ച അമ്മാണ് പോയില്ല. ആ വണ്ടി ഒന്നും എത്രയാണ് അങ്ങനെ വണ്ടി ആനയെ കാണുമെന്ന് പറഞ്ഞു. ഏകദേശം ആനയെ കണ്ടപ്പോഴാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം അത് കുഞ്ഞാക്ക മുന്നിൽ തന്നെ നിർത്തിയിട്ട് വീഡിയോ എടുത്തോന്ന് പറഞ്ഞാണ് നിർത്തുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഞാനും റയാൻ നല്ല പേടിച്ചു കേട്ടോ. പിന്നെ അത് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി വേഗം എടുത്താലും നമുക്ക് ഭയങ്കര ഒരു പേടിയാണല്ലോ. പിന്നെ അത് റോഡ് ക്രോസ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് പോയിട്ട് അപ്പോൾ കുഞ്ഞാക്ക നമുക്ക് വീണ്ടും ഒന്നുകൂടി നമുക്ക് പോയി നോക്കാനാണ് വരികയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഏതോ ഒരു വണ്ടിക്കാരൻ ഇങ്ങനെ ഓർണടിച്ചപ്പോൾ തിരിച്ച് ആന ഇങ്ങോട്ട് തന്നെ വരികയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ. സ്വാഭാവികമായിട്ട് ആർക്കാർക്കാരും പേടി ഉണ്ടാവുമല്ലോ. പിന്നെ കൂട്ടത്തോടെ വരുമ്പോൾ അങ്ങനെ ആക്രമിക്കില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ആക്രമിക്കുന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതായാലും റയാനാണെങ്കിൽ പൂവപ്പച്ചിയെ എനിക്ക് വയറ് വേനാവുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരും കണ്ടിട്ട് പേടിയായിട്ട്. അങ്ങനെ ഏതായാലും ആനെ കണ്ട് കുറച്ച് നേരം അവർക്ക് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ കർണാടകയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു മല്ലികത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളതൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ മല്ലികത്തോട്ടമൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിമവൽ ഗോപാല സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ ഈ റോഡും ഈ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞാക്കാർ നമുക്കൊന്ന് പോയി നോക്കുക. അതിന് നല്ല ഹൈറ്റുള്ള സ്ഥലത്താണ് ആ ക്ഷേത്രം. നമുക്കൊന്ന് പോയി നോക്കാൻ ഞങ്ങൾ അങ്ങനെ പോയിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ബസ്സിലാണ് കേട്ടോ. അവിടുത്തെ KSRTC ബസ്സിലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് വരി നിൽക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോത്തഗിരി പോകാൻ വേണ്ടി ഇത് പോകുന്നതല്ലേ. അപ്പോൾ ഒരുപാട് ടൈമിന് ഇവിടെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ദൂരമൊക്കെ പോയ ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. ഇൻഷാല്ലാ ഞങ്ങൾക്ക് പിന്നെ പോയിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പോൾ ബന്ദിപ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ബന്ദിപ്പൂർ ഞങ്ങൾ ഒരുപാട് മാൻകൂട്ടത്തെ കണ്ടപ്പോൾ ഒന്ന് നിർത്തി നോക്കിയതായിരുന്നു കേട്ടോ.
പിന്നെ റീൽസും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ അപ്പോൾ ഒരുപാട് മാന് കണ്ടപ്പോൾ ഞാനവിടെ ഇറങ്ങിയിട്ട് വെറുതെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് മാൻകൂട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ എവിടെ ചെന്നാലും മാൻകൂട്ടുകൾ നമുക്ക് എല്ലാം കാണാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. റയാൻ വണ്ടി പോകാനേ അയക്കണില്ല, ഉപ്പച്ചിയെ നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് അവന് മുന്നോട്ട് പോകാൻ അയക്കില്ല കേട്ടോ. അവനത് കണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത്ര ഇഷ്ടമായിട്ടോ അവനെ അത് അങ്ങനെ കാണേണ്ടത്. അങ്ങനെ മുതുമലൈ ഫോറസ്റ്റ് എത്തിയിട്ടോ. ഒന്നും കൂടി ഭംഗി എനിക്ക് തോന്നാറുള്ളത് വീഡിയോയിലും ഫോട്ടോസിലൊക്കെ മുതുമലൈ ഫോറസ്റ്റ് എത്തുമ്പോഴായിട്ടോ. കാരണം രണ്ട് ഭാഗത്തും നല്ല പച്ച പുല്ലൊക്കെ ആയിട്ട് നടുകൂടി ഇങ്ങനെ നല്ല വൃത്തിയുള്ള റോഡ് ഇങ്ങനെ പോകുമ്പോൾ നല്ല റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്താൻ പാടില്ല എന്നൊക്കെ അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അവർ. അതുപോലെ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ലോറി അവിടെ മറിഞ്ഞ് കിടക്കുന്നത് കണ്ടത്. ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു പൈപ്പ് കൂടുന്ന ലോറിയാണ് തോന്നുന്നുണ്ട് അവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പിന്നെ എത്തിയത് ഞങ്ങൾ മസനഗുഡിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ രാവിലെ മോർണിംഗിൽ വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചതല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്താമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോവുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മസനഗുഡി ടൗണിലേക്കുള്ള റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അവിടെ മാൻകൂട്ടം നിൽക്കുന്നത് കാണുന്നത്. അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ അവർ പോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു കാർ ഇങ്ങനെ ഓർണടിച്ച് വന്നു. അപ്പോൾ പെട്ടെന്ന് അവർ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ നമ്മളെ പേടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ നിൽക്കുന്നു ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. കാരണം മൃഗങ്ങളൊക്കെ മുന്നിൽ കൂടി അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, അതുപോലെ കുപ്പി, അങ്ങനത്തെ ഒന്നും നമ്മളത് അവിടെ നശിപ്പിക്കാൻ വേണ്ടി ഇടരുത്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാട് വഴി പോകുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ മസനഗുഡി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ മസനഗുഡി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ കോത്തഗിരിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോത്തഗിരി അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.